PVR ഉള്ള വിഷയങ്ങളെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു. നല്ല പോസിറ്റീവായ ഒരു ചർച്ച നിർമ്മാതാക്കളുടെ ഓഫീസിൽ PVRൻ്റെ എല്ലാ ആളുകളും എത്തി ചർച്ച നടത്തി ഇപ്പോൾ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഫോറം മാളിലും കോഴിക്കോടിലും ഇന്ന് ഫസ്റ്റ് ഷോ മുതൽ ഷോ ഉണ്ടാകുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് വെക്കുന്നത്. കൊച്ചിയിലും കോഴിക്കോടും ഇന്നു മുതൽ സിനിമ ഉണ്ടാകും. എല്ലാ ചർച്ചയും ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഇപ്പോൾ ചർച്ച അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ചർച്ച പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ PVRൻ്റെ ആളുകളെല്ലാം പുറത്തേക്ക് പോയി. ഇപ്പോൾ നിർമ്മാതാക്കളുടെ ആളുകളാണ് ഇവിടെ ഉള്ളത്. ചർച്ച അവസാനിച്ചിരിക്കുന്നു. സിനിമ എല്ലാ സ്ഥലത്തും കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്താണ് ധാരണയായത്? അല്ല, ഞങ്ങളുടെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് മിറാജിലും എറണാകുളം PVRലും ഫോറം മാളിലൂടെ ഞങ്ങൾ ധാരണയായി. ഇന്ന് ഈവനിങ് മുതൽ ഷോ അവിടെ കളിച്ചു തുടങ്ങും. അപ്പോൾ അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഡിമാൻഡുകൾ? നമ്മളെ കണ്ടന്റ് കൊടുക്കുന്നതായിട്ടുള്ള ഡിമാൻഡുകൾ എങ്ങനെയാണ് പരിഹരിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇത് VPF ചാർജ് കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിലാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മെയിൽ വഴിയും അല്ല ഒരു കൺഫർമേഷൻ ലെറ്ററുകൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെറ്റർ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെ സിനിമ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഈവനിങ് ഷോ മുതൽ തുടങ്ങും അല്ലേ? സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. സന്തോഷ വാർത്തയാണ്. ഫോറം മാളിലും കോഴിക്കോടും പടം തുടങ്ങും. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഈ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ധാരണയിലായിട്ടുണ്ട്. അത് അവരും കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവർ ഓൾ ഇന്ത്യ കമ്പനിയാണ്. അവിടുത്തെ വ്യവസ്ഥയ്ക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇന്നു മുതൽ സിനിമയുണ്ട്. അപ്പം എന്തായാലും കുറച്ച് ദിവസങ്ങളായി ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ആ ചർച്ച ഫലം കണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫലം കണ്ടിരിക്കുക. ഇപ്പോൾ ഈ PVRൻ്റെ എവിടെ നിന്നുള്ള ആളുകളൊക്കെ ആയിരുന്നു പങ്കെടുത്തിരുന്നത്? PVRൻ്റെ മെയിൻ ബോംബെ എന്നുള്ള ഓഫീസ് മെയിൻ ആൾക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ചർച്ച അല്ലേ? അപ്പോൾ സന്തോഷമാണ്. തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ മുഹൂർത്തം തന്നെയാണ്. ഇപ്പോൾ ചർച്ച അവസാനിച്ചു. PVRൻ്റെ ആളുകൾ ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ എല്ലാവരും എത്തിയാണ് ചർച്ച പുരോഗമിച്ചത്. ആ ചർച്ചയിൽ ധാരണയായിരിക്കുന്ന ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാതാക്കളുടെ കണ്ടന്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതെല്ലാം ഒരു ധാരണയിലെത്തി. അതിന് മെയിൽ വഴി കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ പോസിറ്റീവായി ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ എല്ലാ സിനിമയും മലയാളത്തിൽ റിലീസായ എല്ലാ സിനിമയിലും ഫോറം മാളിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സന്ദീപൊക്കെ ആ തുടക്കം മുതൽ തന്നെ ചർച്ചയ്ക്കുണ്ടായിരുന്ന വ്യക്തിയാണ്. ചർച്ച നല്ല രീതിയിലേക്ക് സമാപിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? അല്ല, ഇത് നമ്മൾ ഇത്രയും നാൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പര്യവസായി, അത് ശുഭപര്യവസായിയാണ്. ഞങ്ങൾ മ്യൂച്വലി എഗ്രീഡ് ടേംസിൽ ഇത് അവസാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എഗ്രീബിൾ ആയിട്ടുള്ള, അതായത് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും PVRൻ്റെ ഭാഗത്തു നിന്നുള്ള അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എഗ്രി ചെയ്ത ഒരു ടേംസിൽ നമ്മളെത്തി. അത് സിനിമ തുറന്നു കൊടുക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഇനി ഭാവിയിൽ VPFൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്ത് മറ്റ് തീരുമാനങ്ങൾ, അതായത് ജാനുവരി മുതൽ ഞങ്ങൾ VPF പൂർണ്ണമായും ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിലേക്കുള്ള മൂവ്മെൻറ്റ് ഞങ്ങൾ അതൊക്കെ തുടങ്ങും. മൾട്ടിപ്ലക്സുകളിലും മറ്റ് ഇതിലൊക്കെ VPF എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കൂടെ ചേർന്ന് ഇത് തീരുമാനമെടുക്കുന്നതാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ അതിലേക്കുള്ള ഇനി ഭാവി അതിനകത്തുള്ള സബ്ജൂഡീസ് ആണെങ്കിൽ ഞങ്ങളത് കക്ഷി ചേരണമെങ്കിലും ഇപ്പോൾ പല പ്രൊഡക്ഷൻ ഹൗസസും അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനിയും അതിലേക്ക് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ അതിനും കൂടെ ഉള്ളൊരു മൂവ്മെൻറ്റാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ചർച്ച ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇന്നു മുതൽ വൈകുന്നേരം മുതൽ കോഴിക്കോടും കൊച്ചിയിലും മലയാള സിനിമ റിലീസ് ചെയ്ത സിനിമകൾ ഇന്ന് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇനി ഭാവി കാര്യങ്ങൾ, ഇതിൻ്റെ എമൗണ്ടൊക്കെയുള്ള ഭാവി കാര്യങ്ങൾ ജനുവരി ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു മാരത്തോൺ ചർച്ചയ്ക്ക് കുറേ ദിവസങ്ങളായുള്ള മാരത്തോൺ ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവസാനിച്ചു എന്നാണ് നമുക്കുണ്ട്. എന്തായാലും മലയാളി പ്രേക്ഷകരുടെ ഒരു വിജയം. വിഷുവിന് സിനിമ പ്രദർശിപ്പിക്കാതിരുന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ച നടത്തി. വിഷുവിന് മലയാള സിനിമകൾ പ്രദർശിപ്പിച്ചു. അതിനുശേഷം ഉള്ള ചർച്ചയാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു വിജയമാണ്. മലയാള സിനിമയുടെ ഒരു വിജയകാലമാണ്. ആ കാലഘട്ടത്തിൽ PVRുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന ഒരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ മുമ്പിലേക്ക് വയ്ക്കുന്നത്.